ഗാസയിലും ലെബനോണിലും സിറിയയിലും നടത്തിയതിന് സമാനമായ ഒരു സൈനിക നീക്കം യമനിലും നടത്താൻ യുഎന്നിൽ വാദമുയർത്തുകയാണ് ഇപ്പോൾ ഇസ്രയേൽ. ഇറാന്റെ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന ഹൂതികളെ ഇല്ലാതാക്കാനെന്ന പേരിലാണ് ഇസ്രയേലിന്റെ ഈ പുതിയ നീക്കം. ഹൂതികളെ ഭീകര സംഘടനയായി പ്രഖ്യാപിക്കണമെന്ന ആവശ്യവും ഇസ്രയേൽ ഇപ്പോൾ ഉയർത്തിയിട്ടുണ്ട്. അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപ് അധികാരമേൽക്കാനിരിക്കെ ഈ മേഖലയിൽ കടുത്ത സൈനിക നീക്കങ്ങൾക്ക് അമേരിക്കൻ പിന്തുണയും സഹായവും ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇസ്രായേൽ യമനിലും സൈനിക നീക്കത്തിന് ഒരുങ്ങുന്നത്. ഹമാസിന്റെയും ഹിസ്ബുള്ളയുടെയും പിന്നെ സിറിയയിൽ ബസറുൽ അസദിന്റെയും വിധി ഹൂത്തികൾക്കും വരുമെന്നാണ് ഇസ്രയേൽ ഇപ്പോൾ മുഴക്കിയിരിക്കുന്ന ഭീഷണി. വൈദ്യുതി നിലയങ്ങൾ, സന വിമാനത്താവളത്തിലെ വ്യോമഗതാഗത കൺട്രോൾ ടവർ, തുറമുഖങ്ങൾ എന്നിവയെല്ലാം ഇസ്രയേൽ ആക്രമിച്ചു തകർത്തിരുന്നു. അതിനിടെ കഴിഞ്ഞ ദിവസം ഇസ്രയേലിൽ ബെൻഗൂറിയൻ വിമാനത്താവളം, കിഴക്കൻ ജെറുസലേമിലെ വൈദ്യുതി നിലയം എന്നിവയ്ക്ക് നേരെ ഹൂത്തികളും തിരികെ ആക്രമണം നടത്തിയിരുന്നു. ഇസ്രായേലിന് നേരെ ഹൂത്തികൾ നടത്തുന്ന ആക്രമണം ഇറാന്റെ പദ്ധതികളുടെ ഭാഗമാണെന്നും 120 കോടി ഡോളർ വാർഷിക ബജറ്റുള്ള സംഘടന സൂയസ് കനാൽ വഴി ചരക്ക് കടത്ത് മുടക്കുകയാണെന്നും യുഎന്നിലെ ഇസ്രായേൽ അംബാസഡറായ ഡാനി ഡാനൻ പറയുന്നു. എന്നാൽ ഹൂത്തികൾ നടത്തുന്ന ആക്രമണങ്ങളെ അപലപിച്ച രക്ഷാസമിതി അംഗങ്ങൾ യമനിലെ സിവിലിയന്മാർക്കുമേൽ ഇസ്രായേൽ നടത്തുന്ന ക്രൂരതകളെയും കുറ്റപ്പെടുത്തി. ഇസ്രായേൽ ക്രൂരത ഇപ്പോഴും ഗാസയിൽ തുടരുകയാണ്. അതിശൈത്യം വേട്ടയാടുന്ന ഗാസയിൽ ആവശ്യമായ പ്രതിരോധങ്ങളില്ലാത്ത 6 കുട്ടികളടക്കം 7 പേർ മരണത്തിന് കീഴടങ്ങിയിരുന്നു. ഭക്ഷണവും അടിസ്ഥാന സൗകര്യങ്ങളും നിഷേധിക്കപ്പെട്ട് താൽക്കാലിക ക്യാമ്പുകളിൽ കഴിയുന്നവരെയാണ് ഇപ്പോഴത്തെ അതിശൈത്യം മരണമുനയിൽ നിർത്തുന്നത്. ശക്തമായ മഴയും വെള്ളപ്പൊക്കവും ഗാസയിൽ ജനജീവിതം നരകതുല്യമാക്കിയിട്ടുണ്ട്. വടക്കൻ ഗാസയിൽ പ്രവർത്തനം തുടർന്ന അവസാന ആശുപത്രിയായ കമാൽ അദ്വാൻ ഡയറക്ടർ ഡോക്ടർ ഹുസാം അബു സഫിയെ പിടികൂടിയ ഇസ്രയേൽ അദ്ദേഹത്തെ കുപ്രസിദ്ധമായ സദി തീമാൻ ജയിലിൽ അടച്ചതായി അദ്ദേഹത്തിൻ്റെ മകൻ പറയുന്നുമുണ്ട്. ഇതുകൂടാതെ 2023 ഒക്ടോബർ 7 ഇസ്രയേലിന് നേരെ നടത്തിയ ആക്രമണത്തിന് നേതൃത്വം നൽകിയ ഹമാസ് കമാൻഡർ അബ്ദ് അൽ-ഹാദി സബാഹിനെ ഇസ്രയേൽ സൈന്യം വധിച്ചതായാണ് പുതിയ റിപ്പോർട്ടുകൾ. ഒരു ഡ്രോൺ ആക്രമണത്തിലൂടെയാണ് സബാഹിനെ വധിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. സഭ നിരവധി ഭീകരാക്രമണങ്ങൾക്ക് നേതൃത്വം നൽകിയിട്ടുണ്ടെന്നും ഇസ്രയേൽ പറയുന്നു. 14 ഹമാസ് സൈനികരെ ഈ ആക്രമണത്തിലൂടെ വധിച്ചതായും അതിൽ 6 പേർ ഒക്ടോബർ 7 നടത്തിയ ആക്രമണത്തിൽ പങ്കെടുത്തവരാണെന്നും ഇസ്രയേൽ സൈനിക വക്താവ് വെളിപ്പെടുത്തി.